ഞങ്ങള് എന്താ പറയാ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്ന മിന്നുന്റെ പരിപാടിക്കായിരുന്നു, കല്യാണത്തിനായിരുന്നു. അവളെ മാക്സിമം ഹാപ്പി ആക്കി വിടാം എന്നായിരുന്നു ഞങ്ങളുടെ ഇത്. മധുരം വെപ്പൊക്കെ നല്ല ഓണാക്കി. മിന്നു ഞങ്ങളുടെ കൂടെ നല്ല നൈസായി നിന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിലും ഓളമായിട്ടാണ് മിന്നു എല്ലാ പരിപാടിയും ചെയ്തതും. അപ്പോ നമ്മളുടെ കല്യാണ ആഘോഷം ഇവിടെ തുടങ്ങുകയായി. മധുരം വെപ്പിൽ നമ്മൾ തുടങ്ങാൻ പോവാണ്. എല്ലാവർക്കും നമസ്കാരം. സ്നേഹത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അതിലേറെ ഒരുമയുടെ ഒത്തുകൂടലായി വളരെ വളരെ സന്തോഷം. മിന്നുക്കുട്ടിയുടെ ഞങ്ങളെ സ്വന്തം മിന്നുക്കുട്ടിയാണ്. മിന്നുക്കുട്ടിയുടെ വിവാഹത്തിന്റെ മധുരം വയ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷവും. എന്താണ് ഭയങ്കര ഗംഭീരമാക്കാൻ അവള് മാക്സിമം സഹായിച്ചു. പിന്നെ എല്ലാവരും ഞങ്ങൾ ബാക്കി കസിൻസും എല്ലാവരും കൂടി ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ഇത്രയും മനോഹരമായിട്ട് ഈ പരിപാടി വരുമെന്ന് ഞങ്ങൾ ഏതായാലും ഓർത്തില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ചാലും അപ്പുറം മനോഹരമായിട്ട് ഈ പരിപാടികൾ. എന്തൊക്കെ പറഞ്ഞാലും നമ്മള് എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും മിന്നു അത്ര ഓണായില്ലെങ്കിൽ പരിപാടി ക്ലാസ് ആവില്ല. മിന്നു അത് മാക്സിമം ഇട്ടു, നൈസായി ചെയ്തു. ആമേൻ ആമേൻ ആമേൻ. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണം പോലെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പെട്ടെന്നൊരു ഇങ്ങനെ കല്യാണം, ഇനി ഒരാഴ്ച കഴിയുമ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ ഒരാഴ്ചയോടെ കഴിയുമ്പോൾ മിന്നു വീട്ടിലുണ്ടാവില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ മെൽവിൻ ചേട്ടയുടെ കൂടെ അടിപൊളിയായിട്ട് ജോളിയായിട്ട് ഇരിക്കുന്നൊരു സംഭവം ഉള്ളത് കൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ ഹാപ്പിയാണ്. അതായിരുന്നു നമുക്ക് വേണ്ടത്. ഞങ്ങളെ പോലെ തന്നെ ഉള്ള ഒരാളാണ് മെൽവിൻ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതെ, ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. അപ്പം മിന്നുവിന് ഞങ്ങളധികം മിസ് ചെയ്യില്ലെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. പിന്നെ ഇവിടുന്ന് വന്നൊരു മാജിക് എന്നൊക്കെ പറയും എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് വന്നൊരു പ്രപ്പോസലായിരുന്നു ഇത്. രണ്ടാം തവണ വന്നത്. അപ്പോൾ നമ്മളിത് കാര്യമായിട്ട് അങ്ങോട്ട് പോയി കണ്ടു, അവരിങ്ങോട്ട് വന്നു. അപ്പോൾ ഫാമിലിക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ദിവസം മെൽവിൻ ചേട്ടൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് എല്ലാവരോടും സംസാരിച്ച് മിന്നുവിനോട് ഒരുപാട് സംസാരിച്ചപ്പോൾ മിന്നുവിനും ഒത്തിരി ഇഷ്ടമായി, ഞങ്ങൾക്കും ഒത്തിരി ഇഷ്ടമായി. ഇതാരത്? ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ആഴ്ച വീട്ടിലായിരുന്നു. വീട്ടിൽ വെച്ച് ചക്കനും പെണ്ണും എന്തെങ്കിലും സംസാരിക്കാൻ പറയുമ്പോഴാണ് ആളെ കാണാനാണ് ഞാൻ ആദ്യം. അപ്പൊ ആള് വന്നപ്പോൾ തന്നെ ഒരു ചിരിച്ചോണ്ട്, ആളുടെ ചിരി അറിയാലോ, ഒരു സ്പെഷ്യൽ ചിരിയാണ്. ചിരിച്ചോണ്ട് അങ്ങനെ അങ്ങ് വന്നു, അങ്ങനെ കണ്ടു, സംസാരിച്ചു. കുഴപ്പമില്ല, അവൾക്കും ഫസ്റ്റ് സൈറ്റ് തന്നെ ഇഷ്ടപ്പെട്ടായിരുന്നാണ് അവള് പറഞ്ഞത്. ഇപ്പോൾ ഉള്ളതാണോന്ന് എനിക്കറിയില്ല. എക്സൈറ്റ്മെന്റ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, പേടിയുണ്ട്, എല്ലാം കൂടെ കൂടിക്കലർങ്ങിയ ഒരു അവസ്ഥയിൽ നിൽക്കുവാണ്. കൂടെ മഴയും. പിന്നെ നല്ലൊരു വ്യക്തിയാണ്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ളൊരു കോമൺ കാര്യം ഞങ്ങളുടെ ഫുഡാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. രണ്ടുപേരും കുക്ക് ചെയ്യില്ല.
എനിക്ക് വേണ്ട പോടുന്നു. ഓൾ ദി ബെസ്റ്റ്. അത് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ മെൽവിനോട് ഒട്ടും ഫോർമലായിട്ട് സംസാരിക്കേണ്ട കാര്യം വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരോട് അല്ലെങ്കിൽ ഞങ്ങളുടെ കസിൻസിനോടൊക്കെ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ തന്നെയാണ് മെൽവിൻ ഞങ്ങളോട്, ഞങ്ങൾ മെൽവിനോട്. ഞങ്ങൾക്ക് എന്തുകൊണ്ടും എന്താണ് മെൽവിനേക്കാൾ നല്ലൊരു പാർട്ട്ണർ മിന്നുവിന് കിട്ടും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. വളരെയധികം സന്തോഷമാണ്. അതെ.